ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് മർദ്ദനം. കൊല്ലത്ത് നിന്നെത്തിയ സഞ്ചാരികളെ ഹൈഡൽ ടൂറിസം ജീവനക്കാരും ഫോട്ടോഗ്രാഫർമാരും മർദ്ദിച്ചതായാണ് പരാതി. പ്രവേശന ടിക്കറ്റുമായുള്ള സംബന്ധിച്ചുള്ള വാക്കേറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മൂന്നാറിൽ നിന്ന് ജെൻസൺ ചേരുന്നു. ജെൻസൺ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് ഈ വിനോദസഞ്ചാരികൾ പറയുന്നത്? ഇന്നലെ പുലർച്ചയോടെയാണ് വിവിധ സ്ഥലങ്ങൾ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ഹാഡൽ ടൂറിസത്തിന്റെ ഉടമസ്ഥയിലുള്ള എക്കോ പോയിന്റ് എത്തുന്നത്. എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികളെത്തി ഇവിടെ എൻട്രി പാസ് എടുക്കണമെന്ന് ഹാഡൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഹാഡൽ ടൂറിസത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ എൻട്രി പാസ് എടുത്ത് വേണം ഉള്ളിൽ അകത്തേക്ക് കയറാൻ. ഇവിടെ ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഹാഡൽ പാർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ കയറുന്നതിന് എൻട്രി പാസ് നൽകിയിട്ടില്ല എന്ന് വിനോദസഞ്ചാരികൾ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഈ എൻട്രി പാസ് നൽകാതെ അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഈ ആക്രമണത്തിന് കാരണം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ജീവനക്കാരും കൊല്ലത്തു നിന്നെത്തിയ വിനോദസഞ്ചാരികളുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും പിന്നീട് അത് അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു. ജീവനക്കാരും സഞ്ചാരികളും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നതിനിടെ ഫോട്ടോഗ്രാഫറും വിനോദസഞ്ചാരികളുമായി തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ഇവർ പിന്നീട് വലിയൊരു ആക്രമണത്തിലേക്ക് പോവുകയായിരുന്നു. എന്നിരുന്നാലും സംഭവത്തിൽ ഇരുവർക്കുമെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവം അന്വേഷിക്കുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ജീവനക്കാർ ഈ വിനോദസഞ്ചാരികളാണ് ആദ്യം ആക്രമണം നടത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നിരുന്നാലും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാവും കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കുക. 17 പേരടങ്ങുന്ന സംഘമാണ് കൊല്ലത്തുനിന്നെത്തിയത്. ഇവർ ഈ എൻട്രി പാസിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വിനോദസഞ്ചാരികൾ ഏറ്റവും അധികം ദേഷ്യത്തോടെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വീക്ഷിക്കുന്നത്. തുടർന്നാണ് അടിപിടി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് പോലീസും അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ ഇന്ന് അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടാവും മറ്റു നടപടിയിലേക്ക് കടക്കുക. ജെൻസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.